ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്, ചൂടുണ്ട്, ചാളുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്നേഹത്തോടു കൂടി ഒരു അയിലും കൂടി ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറേ ചൂട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിലും ഇതൊക്കെ നന്നാക്കി ഉണ്ടാക്കണ്ടേ എന്നാലേക്കും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് മകളെ. എന്തായാലും നമുക്ക് നന്നാക്കി എടുക്കണ്ടേ, പിള്ളേർക്കൊക്കെ കഴിക്കണ്ടേ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂട് പൊരിച്ചതൊക്കെ. പക്ഷേ ഇതൊക്കെ നന്നാക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കത്ര സന്തോഷമില്ല. എന്നാലും നമ്മളതിന്ന് ചാളേനെ നുള്ളി പറക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ചാളയും കുഞ്ഞു ചാളയായതുകൊണ്ട് തന്നെ അത് പറക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കി കുറേ ചാള പറക്കിയെടുത്തു. പിന്നെ അതിൽ നിന്ന് കുറേ ചൂടുണ്ടായിരുന്നു, പിന്നെ എക്സ്ട്രാ ഒരു അയില ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചാള അത് നമുക്ക് കുറച്ച് കറി വെച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ചൂട് ബാക്കി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചാള ഏറ്റവും ഇഷ്ടം എനിക്ക് കറി വയ്ക്കാൻ നമ്മൾ മിളക് ഇട്ടിട്ട് വെക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ചാള അങ്ങനെ വെച്ചാൽ ചാളയുടെ ഒരു ഗുമ്മ് കിട്ടുള്ളൂ. നമ്മൾ തേങ്ങ അരച്ചിട്ടായാലും മല്ലിപ്പൊടി ഇട്ടിട്ട് വറുത്തരച്ചിട്ടൊക്കെ വീട്ടിൽ വെക്കും. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ ഇഷ്ടം ചാള ഇങ്ങനെ ചുമ്മാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുളകും ചാറ് വയ്ക്കുക. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയും, മുളകും ചാറ് വയ്ക്കുക എന്ന് പറയും. അങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൽ അത് മാത്രം മതി, പിന്നെ വേറൊരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് നല്ല എരിവൊക്കെ ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് സബോള, തക്കാളി, 2 പച്ചമുളക്, വേപ്പിൻ്റെ ഇല അതൊക്കെ കൂടി ഇട്ടു. അത് നന്നായി മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് എത്ര വെള്ളം വേണ്ട അത്ര വെള്ളം ഒഴിക്കാം. കാരണം നമ്മളത് വറ്റിച്ചെടുക്കും. എന്നിട്ട് ശേഷമാണ് നമ്മൾ മീനിടുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു. ഒന്ന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണെന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കണം. അപ്പോഴാണ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല കുറുകിയ പോലെ വരുള്ളൂ. അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചു, ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് അതൊന്ന് വറ്റിക്കുറുകി വരും. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് അടുത്തത് നമ്മുടെ ചൂട് അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് തപ്പിയപ്പോഴാണ് നമുക്ക് നത്തോലി കൊണ്ടൊരു പീര വെക്കാം എന്നൊരു ഇത് കണ്ടത്. അപ്പോൾ പിന്നെ നത്തോലി പീര ആയിക്കോട്ടെ, പിള്ളേർക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെ നിന്നോ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി ഇങ്ങനെ തിളച്ച് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കുറുകട്ടെ വിചാരിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ചൂട നന്നാക്കിയെടുക്കാം. ചൂട നന്നാക്കിയെടുക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്, മെനക്ക് പിടിച്ച പണിയാണ്. തിന്നാൻ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഈ സാധനം നന്നാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭയങ്കര ബോറ് പരിപാടി കേട്ടോ. വേറെ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ടോ അല്ലെങ്കിൽ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ നന്നാക്കിയെടുക്കും. അപ്പത്തിന് ഇതാ നമ്മുടെ കൂട്ടാനൊക്കെ അതിൽ വറ്റിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഇട്ടിട്ട് നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്കതിൻ്റെ കുറച്ച് മുകളിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ അങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചാള കറി റെഡി. കറി എന്ന് പറയാൻ പറ്റില്ല, ചാള ഗ്രേവി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കുക, നമ്മുടെ നത്തോലി അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്, ഒരു നത്തോലി പീര ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ നത്തോലി പീര തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിനോട് ഞാൻ തേങ്ങ ഉടച്ചെടുത്തു. തേങ്ങ ചെറുക്കുന്നതിന് മുന്നേ നമുക്ക് ആ മീനൊന്ന് വേവിക്കാൻ വെക്കാം. മീനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാൻ തേങ്ങ ചിരകാൻ പോയി. നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ചെറുജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മളത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട കേട്ടോ. വെറുതെ ഒരു ക്രഷ് ചെയ്താൽ മതി. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂരക്കറി പോലെ ആയിരിക്കും, ചൂടക്കറി പോലെ ആയിരിക്കും. 2 ദിവസം മുന്നേ ചൂര വെച്ചതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എപ്പോഴെപ്പോഴും ചൂര എന്നാണ് നാല് വരുന്നത്. എന്തായിട്ട് മാറും, നത്തോലി അല്ലെങ്കിൽ ചൂട എന്ന് പറയുന്ന ആ മീൻ എന്തായി മാറും, കറിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, പകരം ഒന്ന് ചെറുതായി ക്രഷ് ചെയ്താൽ മതി. ഇതാ ക്രഷ് ചെയ്ത് കിട്ടിയ നമ്മുടെ ആ സംഭവം, നമ്മൾ ഈ മീൻ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്തിട്ടിട്ടുള്ള തേങ്ങപ്പീര ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ മീൻ തകട് പൊടിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇളക്കിയാൽ മതി. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ എന്തോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് ഇളക്കി. അപ്പോൾ അതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടു. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ പച്ചക്കറി കൊണ്ടൊരു അവിയലൊക്കെ വെക്കില്ലേ, അതുപോലെ ഇത് മീൻ കൊണ്ടൊരു അവിയൽ, അതേ തന്നെ വ്യത്യാസം. അങ്ങനെ നമ്മുടെ മീൻ കൊണ്ടുള്ള അവിയൽ അഥവാ നമ്മുടെ നത്തോലി പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിലേക്ക് അതിലേക്ക് കടുകും ചുവന്ന മുളകും ഇച്ചിരി വേപ്പിൻ്റെ ഇല ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം അതൊന്ന് നമ്മുടെ ഈ നത്തോലി പീരയിലേക്ക് ഇടാം. അങ്ങനെ ഒന്നത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നത്തോലി പീര റെഡിയായി. അപ്പോൾ ഇന്ന് മൊത്തം മീനിൻ്റെ വിഭവങ്ങളാണ്. നല്ല ചാള മുളകിട്ടതും അതുപോലെ തന്നെ നല്ല നത്തോലി പീരയുണ്ട്. ഇത് കൂട്ടിയിട്ട് നല്ല ലാവിഷായിട്ട് നമുക്ക് ചോറിടാം.